ഒരു മൗലവി ആ മൗലവിയോടൊരു ചോദ്യം ചോദിച്ച് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റുമോ? അത് ശിർക്കാണ് എന്നല്ലേ ഖുർആനിലുള്ളത്? ശിർക്കല്ല എന്ന് പറയാൻ പറ്റിയ ഒരായത്ത് പറയാൻ പറഞ്ഞപ്പോ മൗലവി പറയാണ് ശിർക്കാണെന്നതിനൊരായത്ത് പറയും. അപ്പൊ ചോദ്യം ചോദിക്കാൻ വന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ ആയത്ത്, കാരണം ഇവരുടെ കേട്ടു പഠിച്ചതാണല്ലോ. ചോദ്യം ചോദിക്കാൻ വന്ന ആ സാധാരണക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ശിർക്കാണെന്നുള്ളതിന് ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒന്ന് വെച്ചുകൊടുത്താ. അസ്സലാമു അലൈക്കും. ഞാൻ തോപ്പുംപടി സ്വദേശിയാണ്. ജിന്നിനോടുള്ള എല്ലാ സഹായ തേട്ടങ്ങളും അതിൽ ശിർക്കാവുന്നതുമുണ്ട് ശിർക്കാവാത്തതുമുണ്ട് എന്നുള്ള നിങ്ങളുടെ വാദത്തിന് വിശുദ്ധ ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ ഒരു തെളിവ് ഉദ്ധരിക്കാമോ? ജിന്നിനോടുള്ള എല്ലാ സഹായ തേട്ടവും ശിർക്കാണെന്ന് ഒരു ആയത്ത് നിങ്ങൾ ആദ്യം കേട്ടോ. ചോദ്യം ചോദിക്കാൻ വന്ന ആള് ചോദിച്ചത് ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും. നമ്മള് ഔലിയാക്കളോട് സഹായതേട്ടം നടത്തുമ്പോ അത് ശിർക്കാണെന്ന് പറഞ്ഞു വന്ന പാർട്ടി ഇപ്പൊ ജിന്നിനോട് തേടാൻ പറ്റുമോ പറ്റൂലേ? ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവർക്കിടയിൽ നടക്കുന്നത്. അപ്പൊ ഒരു സാധാരണക്കാരൻ വന്നിട്ട് ചോദിച്ചു ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും ശിർക്കല്ലാത്തതുമുണ്ട് എന്നതിന് തെളിവ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആയത്തോതി കൊടുത്തു. മൗലവി തിരിച്ചങ്ങോട്ട് ചോദിക്കാണ് ശിർക്കാണെന്നതിനൊരു തെളിവ് പറയാൻ. അപ്പോ ആ ചോദ്യം ചോദിക്കാൻ വന്ന ആള് തെളിവ് പറയുന്നുണ്ട്, കേട്ടു നോക്കാം. ഇസ്തിആനത്തും ബിൽ ജിന്ന് മുഴുവൻ ശിർക്കാണ് എന്നതിന് അല്ലാഹുവിന്റെ ഖുർആൻ മുത്തലഖൻ ഇസ്തിആനത്തും ബിൽ ജിന്ന് മുത്തലഖൻ ശിർക്കാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒറ്റ ആയത്ത് ബോധ്യമാണ്. ഒരായത്തുടനീളം നോക്കണം. ഇസ്തിആനത്തും ബിൽ ജിന്ന് മുത്തലഖൻ ശിർക്കാണ് എന്നതിന് ഒരൊറ്റ ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ ഉടനീളം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ജിന്നിനോട് അബോധികവും അതൊന്നും എനിക്ക് കേൾക്കണ്ട. അള്ളാന്റെ ഖുർആന്റെ പേരിൽ ഇല്ലാത്തത് പറയരുത്. അത് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തരുത്. നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത് ആയത്തോതേണ്ടത് ഇസ്തിആനത്തുൽ ജിന്ന് ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ മുത്ലഖൻ ജിന്നാണോ ശിർക്കാണ് അള്ളാന്റെ ഖുർആൻ ആയത്തോതും നിങ്ങൾ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനസ്മുലിയുടെ ഫോം വിളിച്ച് ചോദിക്കണം. ഇനി അധികം ഒന്ന് സംസാരിക്കണം. 2-3 ചോദ്യം വന്നല്ലോ. ഈ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള മറുപടി എപ്പോ പറയാം. ആയത്തും അതനുസരിച്ച് അതിനുള്ള മറുപടി ചോദ്യങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് ഉദ്ധരിച്ച പോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ തന്നെയാണ് ഒന്നാമത്തെ ആയത്ത്. ഒരു മിനിറ്റ്. ഒന്നാമത്തെ ആയത്ത് എന്താ? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നതിന്റെ ഒന്നാമത്തെ ആയത്ത്. ഈ മൗലവിമാർ പറഞ്ഞു പറ്റിച്ചതിൽ പെട്ടുപോയ ആ പാവം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തോതി. ഇനി മൗലവി തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്റെ നാട്ടിലുള്ള മുജാഹിദുകാരാ, നിങ്ങൾ ഈ ആയത്തോതിയിട്ട് ഇവിടെ എത്ര സുന്നികളുടെ നേരെ എന്നെ കേൾക്കുന്ന മുജാഹിദുകാരാ, ഈ ആയത്തോതിയിട്ട് നിങ്ങൾ എത്ര സുന്നികളെയാണ് ശിർക്കിന്റെ ചാപ്പയടിച്ചു മാറ്റി നിർത്തിയത്? അന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ജിന്ന് നിങ്ങളുടെ ഇടയിൽ പെട്ടുപോയപ്പോ നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയല്ലേ? മൗലവി ചോദിക്കട്ടെ. ഒന്നാമത്തെ ആയത്തിൽ എല്ലാവരും കേട്ടിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തോതിയിട്ട് നിങ്ങളല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ വിശദീകരിച്ചില്ലെന്ന് വായിക്കും. നിങ്ങളുടെ വിശദീകരണം പറ്റൂല, അവരുടെ വിശദീകരണം പറ്റൂല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തോതിയിട്ട് ലോകത്ത് ആ വന്ന് ചോദിച്ചവരുടെ പാർട്ടിയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? തിരിച്ചു ചോദിക്കുകയാണ്. മുജാഹിദുകാരാ, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ. ഇവിടെ വന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതിയിട്ട്
മടവൂരിനെ വിളിക്കുന്നത്, ഗൗസുൽ അഅ്ലമിനെ വിളിക്കുന്നത്, ബദരീങ്ങളെ വിളിക്കുന്നത്, മമ്പുറത്തെ തങ്ങളെ വിളിക്കുന്നത് ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഏതെങ്കിലും ഒരു മുഫസ്സിറ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിച്ചിട്ട് ഔലിയാക്കളെ വിളിക്കുന്നത് ശിർക്കാണെന്ന് ഒരരവരി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? വെല്ലുവിളിയാണ്. തവസ്സുലിന്റെ ബൈത്ത് ചൊല്ലുമ്പോ ഓ ബദരീങ്ങളെ, അല്ലെങ്കിൽ മഹാനായ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, ബദരീങ്ങളെ വിളിക്കുമ്പോ അതെല്ലാം ശിർക്കാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നൊരു മൗലവി ഘോരഘോരം പ്രസംഗിച്ചപ്പോ ആ മൗലവിയുടെ ശിർക്കൻ വാദത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി ഇവർ സകല വേദികളിലും പയറ്റുന്ന ഒരു തന്ത്രമുണ്ട്. അതേ തന്ത്രം ആ മൗലവി ഇവിടെയും പയറ്റിയിട്ടുണ്ട്. ആ മൗലവിയെ കൊണ്ടുവന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ പ്രചാരകരോട് വളരെ സ്നേഹത്തോട് ഞങ്ങൾക്ക് പറയാനൊരു കാര്യമുണ്ട്, വളരെ വിനയത്തോട് പറയാനൊരു കാര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങളുടെ വിരോധികളല്ല, നിങ്ങളോട് ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല. നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരാണ്, കൂട്ടുകാരാണ്, സഹോദരങ്ങളാണ്, ഞങ്ങളുടെ അയൽവാസികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞങ്ങൾ വിനയത്തോടെ പറയട്ടെ, ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരു മൗലവിയെ കൊണ്ടുവന്നിട്ട് 4 ശിർക്കാരോപണം നടത്തിയാൽ അതിനു മറുപടി പറയാൻ ഈ നാട്ടില് വിവരമുള്ള പണ്ഡിതന്മാരില്ല എന്നാണോ നിങ്ങൾ കരുതിയത്? അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമില്ലെന്നാണോ നിങ്ങൾ കരുതിയത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദരാ. നിങ്ങൾ ഏതു മൗലവിയെ കൊണ്ടുവന്നാലും ഞങ്ങൾ ഇവിടെ പ്രോഗ്രാം ലൈവായിട്ട് ചാനലുകളിലൂടെ പുറത്തുവിടുന്നുണ്ട്, അതുപോലെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്കാവശ്യമുണ്ടോ ഞങ്ങളുമായി ബന്ധപ്പെട്ടോളൂ. ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ തരാം. വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവിയെ ഒരു വട്ടം കൂടി കൊണ്ടുവരാൻ ഈ നാട്ടിലെ നല്ലവരായ മുജാഹിദ് സുഹൃത്തുക്കളോട് ഞങ്ങൾ ആവശ്യപ്പെടുക. എന്നിട്ട് ഞങ്ങൾ ഇവിടെ പറയുന്നതിന് മറുപടി പറയണം. ഞങ്ങൾ ഇവിടെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഞങ്ങളിവിടെ മഹിതമായ ഒരു പാരമ്പര്യത്തിനകത്തു നിന്നിട്ടല്ലാതെ സ്വന്തമായി മതം പറയില്ല. നിങ്ങളോ ഇവിടെയുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മൗലവി തുടക്കത്തിൽ തന്നെ പറയാ, ഇവിടെയുള്ള ആളുകൾക്ക് മലയാളത്തിൽ വേണോ, ഇംഗ്ലീഷിൽ വേണോ, കന്നഡയിൽ വേണോ, ഹിന്ദിയിൽ വേണോ, ഗുജറാത്തിയിലും മറാത്തിയിലും വേണോ, ഖുർആനിന്റെ പരിഭാഷ ഞങ്ങൾ തരാം. അത് വായിച്ചിട്ട് നിങ്ങൾ ദീനു പഠിച്ചോളൂ. അങ്ങനെയുള്ള ഇസ്ലാമിനെ പഠിക്കേണ്ടത്, ഇസ്ലാം പഠിക്കാൻ ഇസ്ലാമിന്റെ കൃത്യമായ തെളിവുകളുണ്ട്. അതാണ് ഖുർആൻ. പരിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിന്റെ പ്രമാണം. അത് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും നോക്കാം. ഇവിടെ എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളുണ്ടോ? ഇവിടെ സംഘാടകരോട് ചോദിച്ചോളൂ. ഖുർആനിന്റെ മലയാള പരിഭാഷ വേണം, നിങ്ങൾക്ക് തരാം. ഇംഗ്ലീഷ് വേണം തരാം, ഹിന്ദി വേണം തരാം, ഉറുദു വേണം തരാം, തെങ്ങിന് വേണം തരാം. ഏത് ഭാഷയിൽ നിങ്ങൾക്ക് ഖുർആനിന്റെ പരിഭാഷ വേണമോ അതറിയുന്നവർക്ക് ആ ഭാഷയിൽ ഖുർആനിനെ വായിച്ചു നോക്കാനുള്ള സംരംഭം ലോകത്തുണ്ട്. ഏതു ഭാഷയിലുള്ള ഖുർആനും വായിച്ചു നോക്കാനുള്ള സൗകര്യമുണ്ട്. എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? ഖുർആനിന്റെ ഒരു പരിഭാഷ വായിച്ചു നോക്കുമ്പോ ഈ മൗലവിമാർ തെറ്റിദ്ധരിപ്പിച്ച പല വാചകങ്ങളും അതിനകത്ത് കാണാൻ കഴിയും. കാരണം ഈ മൗലവിമാര് തന്നെയല്ലേ ഇത് എഴുതിയുണ്ടാക്കുന്നത്. ഖുർആനിനെ എന്റെ സഹോദരന്മാരോട് പറയട്ടെ, വിശുദ്ധ ഖുർആനിനെ, ആ ഖുർആനിന്റെ ആശയ സമ്പുഷ്ടതയെ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വലിയ ആദർശത്തെ ഒരിക്കലും ഖുർആനിന്റെ പരിഭാഷ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല.
അത് കേവലം പ്രാഥമികമായ ഒരു പഠനം മാത്രമാണ് പരിഭാഷ. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ആളുകൾ ഖുർആൻ പഠിച്ചു പോകുമെന്നുള്ള പേടി കൊണ്ട് പരിഭാഷയെ എതിർക്കുകയാണ് എന്ന്. അല്ല, ഇത് ഞാൻ മാത്രം പറയുന്ന ഒരാശയമല്ല. ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവി ഖുർആൻ പരിഭാഷ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്ന് പറയുമ്പോ ആ മൗലവിയുടെ അതേ ഗ്രൂപ്പിൽപ്പെട്ട വേറൊരു മൗലവി ഖുർആൻ പരിഭാഷയെ കുറിച്ച് പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഖുർആനിനെയും ഹദീസിനെയും ഒരു ഭാഗത്ത് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖുർആനിന്റെ ആയത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല. നേരെ മറിച്ച് അത് മനസ്സിലാക്കി ആദ്യത്തെ ഒരു തലമുറയുണ്ട്. അതാ ഞങ്ങളും പറയുന്നത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിറുകളും അൻസ്വാറുകളുമായ സ്വഹാബ, ആ സ്വഹാബത്തിനെ സുന്ദരമായി പിന്തുടർന്ന യഥാർത്ഥത്തിലുള്ള അഇമ്മത്തുകൾ, അവരേതാദർശമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതേ ആദർശം പഠിക്കണമെങ്കിൽ പരിഭാഷയിലൂടെ കഴിയില്ല. ഇത് ഞങ്ങൾ മാത്രം പറയുന്ന വാദമല്ല. നിങ്ങൾ ഈ കേട്ടത് ഇവിടെ കൊണ്ടുവന്നു പ്രസംഗിച്ച അതേ ഗ്രൂപ്പിൽപ്പെട്ട ഒരു മൗലവി പച്ചയായി പറയുന്നതാണ്. പരിഭാഷ കൊണ്ട് അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ് ഇവർ ചെയ്യുന്നതെന്നറിയുമോ? വീട് വീടാന്തരം കയറിയിറങ്ങി ഇവർ ദുർവ്യാഖ്യാനിച്ച ഖുർആനിന്റെ പരിഭാഷകൾ കൊടുത്ത് ആ പറയുന്നതാണ് ശരിയെന്ന് വരുത്തി തീർത്ത് അവരുടെ ആദർശത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്നെ കേൾക്കുന്ന സഹോദരാ, നമ്മളിവിടെ പലരെയും മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ഞാനതിവിടെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ഖുർആനിന്റെ പരിഭാഷയിലൂന്നിക്കൊണ്ട് ഈ മൗലവി ഇവിടെ വന്ന് പ്രസംഗിച്ചു. ചിലപ്പോ ഇവിടെ പ്രസംഗിച്ച ക്ലിപ്പ് കാണിക്കുമ്പോ ശബ്ദത്തിനൊരൽപ്പം ക്ലാരിറ്റി കുറവുണ്ടാവും. കാരണം വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ പ്രവർത്തകർ അവിടെയും ഇവിടെയും നിന്നൊക്കെ റെക്കോർഡ് ചെയ്ത വോയിസ് മാത്രമാണ് കയ്യിലുള്ളത്. മറുപടി പറയും. ഓരോ ആരോപണങ്ങൾക്കും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടെ മറുപടി പറയും. ഞങ്ങൾക്കതിന്റെ ഓഡിയോ കിട്ടിയിട്ടുണ്ട്. അത് കേൾപ്പിക്കുമ്പോ ചിലപ്പോ ഒരൽപ്പം വ്യക്തത കുറവുണ്ടാവും. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാകും. ഇവിടെ വന്നിട്ട് മൗലവി പറയാണ്, നമ്മൾ ഒരു ദിവസം നിസ്കരിക്കുമ്പോ 17 തവണ നിസ്കരിച്ചിട്ടില്ലേ? ഒരു ദിവസം 17 റക്അത്ത് നിസ്കരിച്ചിട്ടില്ലേ? എന്നിട്ട് ആ 17 റക്അത്തിൽ നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ട് ഈ മൗലവി ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഔലിയാക്കളോട് ഇസ്തിഗാസ നടത്താൻ പാടില്ലെന്ന് പറയാൻ, മഹാരഥന്മാരെ വിളിച്ചുകൂടാ എന്ന് പറയാൻ മൗലവി ഇവിടെ കൊണ്ടുവന്ന ഒന്നാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. മൗലവി പറയുന്നത് കേൾക്കൂ. എന്നിട്ട് നമ്മെ കൊണ്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ഒരു ദിവസം 17 റക്അത്ത് 5 നേരത്തെ ഫർളി 17 തവണ പടച്ചവൻ നമ്മെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം എന്റെ കൈയൊന്ന് പിടിക്കുന്നുള്ള സഹായം, എനിക്കൊരു 10 രൂപ കൊണ്ട എന്ന സഹായം, ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന സഹായം, അതൊന്നും ആരോട് നടത്താൻ പാടില്ല എന്നതിനർത്ഥമുണ്ടോ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട്, ദൈവത്തോട് മാത്രം ചോദിക്കേണ്ട ഒരു സഹായതേട്ടമുണ്ട്. അത് ഒരു സൃഷ്ടിയിലേക്കും കൊടുക്കാൻ പാടില്ല. ഇത് 5 നേരം പറയുന്ന മുസൽമാൻ. എന്നിട്ട് അവൻ പറയണേ,
ഞങ്ങൾ അള്ളയല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിളിപ്പിക്കും. അങ്ങനെ വിളിക്കുന്നത് ആവേശത്തോടുകൂടി ചൊല്ലിപ്പിക്കുന്നത് കണ്ട് ആസ്വദിക്കും. കാഞ്ഞരമറ്റത്ത് നമ്മളൊന്ന് പോകുന്നതാണ് ഇവർക്ക് പ്രശ്നം. മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം തങ്ങളെ യാ ഗൗസു യാ മുഹിയദ്ദീൻ എന്ന് നമ്മൾ വിളിക്കുന്നതാണ് ഇവർക്ക് പ്രശ്നം. അതിനിവരെന്ത് ചെയ്തു? വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു. എന്താണ് ആ മൗലവി പറഞ്ഞത്? മറ്റുള്ളവരോട് സഹായം തേടാൻ പാടില്ല എന്നൊന്നും അല്ല അതിനർത്ഥം. മറിച്ച് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതേത് ചോദ്യാ മൗലവി? ഈ വെട്ടിക്കാട്ടുമുക്ക് കരയിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെയുള്ള പാവങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഈ പച്ചയായ ദുർവ്യാഖ്യാനം ഏത് മുഫസ്സിറാ കൊടുത്തിട്ടുള്ളത്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യമോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിവക്ഷയിൽ ഏത് മുഫസ്സിറായി അർത്ഥം പറഞ്ഞത്? ഞങ്ങൾക്ക് മറുപടി കിട്ടണം. എന്റെ സാധാരണ പ്രവർത്തകരോട് പറയട്ടെ, ആ മൗലവിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച നമ്മുടെ കൂട്ടുകാരിലെ അവരോട് ചോദിക്കണം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യം ഏതാണ്? ഏത് മുഫസ്സിറാണ് ഇത് പറഞ്ഞത്? എന്നാൽ ഖുർആൻ പരിഭാഷ വെച്ച് ഇവർക്കിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഗതികേട് വരുമ്പോ ഞങ്ങൾ പറയട്ടെ, മഹാനായ ഇബ്നു ജരീർ തിബിരി റഹിമഹുല്ലാ ഹിജ്റ 310 മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ തഫ്സീറാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഖുർആൻ വ്യാഖ്യാനം. ആ ഖുർആൻ വ്യാഖ്യാനത്തില് മഹാനായ ഇമാം തുബിരി പറയുകയാണ്, വഇയ്യാക റബ്ബനാ നസ്തഈനു അലാ ഇബാദത്തിനാ ഇയ്യാക വത്വാഅതിനാ ലക വഫീ ഉമൂരിനാ കുല്ലിഹാ. ഞങ്ങളുടെ റബ്ബേ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ, നിനക്ക് വഴിപ്പെടുന്നതിൽ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും. മൗലവി വന്നിട്ട് പറഞ്ഞതോ ചില കാര്യങ്ങളിൽ മാത്രം പടച്ചവനോട് മാത്രം പറ്റുള്ളൂ. അങ്ങനല്ല. ആയത്തിന്റെ വിശദീകരണം അങ്ങനല്ല. തെറ്റിദ്ധരിപ്പിച്ചതാണ് മുഅ്മിനീങ്ങളെ. ഇബ്നു ജരീർ തിബിരി രേഖപ്പെടുത്തുകയാണ്, വഇയ്യാക റബ്ബനാ നസ്തഈനു അലാ ഇബാദത്തിനാ ഇയ്യാക, നിന്നെ ആരാധിക്കാനുള്ള സഹായം, വത്വാഅതിനാ ലക, നിനക്ക് വഴിപ്പെടാനുള്ള സഹായം, വഫീ ഉമൂരിനാ കുല്ലിഹാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും റബ്ബേ നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. ലാ അഹദൻ സിവാക്, വേറെ ഒരാളോടുമല്ല, വേറെ ഒരാളോടുമല്ല. സ്ക്രീനിൽ അത് കാണുന്നുണ്ടോ? നിങ്ങൾക്കത് വായിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ എന്റെ സ്വന്തം വക പറയുന്നതല്ല. ഇബ്നു ജരീർ തിബിരിയുടെ അടിവരയിട്ട ഭാഗം വായിക്കാൻ അറിയുന്നവർ കണ്ടോളൂ, മനസ്സിലാക്കിക്കോളൂ. മഹാനവറുകൾ പറഞ്ഞ അർത്ഥം എന്താ? വഫീ ഉമൂരിനാ കുല്ലിഹാ, ചില കാര്യങ്ങൾ പടച്ചോനോട് ചോദിക്കുന്നു എന്നല്ല, മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത്. അതിന്റെ താഴത്തേക്ക് നിങ്ങൾ നോക്കൂ, അവിടെയും ഇമാം തിബിരി രേഖപ്പെടുത്തുന്നുണ്ട്, ഇയ്യാക നസ്തഈനു അലാ ത്വാഅതിനാ അലാ ത്വാഅതിക വഅലാ ഉമൂരിനാ കുല്ലിഹാ. മുഴുവൻ കാര്യങ്ങളും. അതാ സുന്നികളതാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത്. അപ്പോൾ പിന്നെ അസുഖം വരുമ്പോ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നതോ, എന്തെങ്കിലും ഒരു ആഗ്രഹ സഫലീകരണത്തിനും മക്ബറയിൽ പോകുന്നതോ, ഏതെങ്കിലും ഒരു മഹാനെ വിളിക്കുന്നതോ, അവരൊക്കെ കാരണക്കാരാണെന്ന വിശ്വാസത്തിലാണ്. 100 രൂപ ആവശ്യം വരുമ്പോ ഓടി വന്നിട്ട് എനിക്കൊരു 100 രൂപ തരണമെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ 100 രൂപ തരാനുള്ള കാരണക്കാരനാണ്. സഹായം അല്ലാഹുവിൽ നിന്നാണ്. ഇതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥം.
പക്ഷേ നിങ്ങളെ വഴിതെറ്റിക്കാൻ, നമ്മുടെ മേലിൽ ശിർക്ക് ആരോപിക്കാൻ ഇവരിവിടെ വന്ന് നിന്നിട്ട് പറഞ്ഞ ന്യായമാണ്. ചില കാര്യങ്ങള് അള്ളാനോട് മാത്രം ചോദിക്കുന്നു. ഇത് മുസ്ലിമിന്റെ ഈമാനല്ല, ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. സകല കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു. ഈ ആയത്ത് നിരന്തരമായി വേദികളിൽ ഓതിയ പാർട്ടികൾ, ഇവർക്കിടയില് വലിയ ഒരു ഭിന്നിപ്പുണ്ടായി. ജിന്നു പാഞ്ഞു കയറിയതായി ഇവർക്കിടയിലേക്ക്. ജിന്നു പാഞ്ഞു കയറിയപ്പോ ഒരു മൗലവി ആ മൗലവിയോടൊരു ചോദ്യം ചോദിച്ച്, ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റുമോ? അത് ശിർക്കാണ് എന്നല്ലേ ഖുർആനിലുള്ളത്? ശിർക്കല്ല എന്ന് പറയാൻ പറ്റിയ ഒരായത്ത് പറയാൻ പറഞ്ഞപ്പോ മൗലവി പറയാണ് ശിർക്കാണെന്നതിനൊരായത്ത് പറയും. അപ്പൊ ചോദ്യം ചോദിക്കാൻ വന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ ആയത്ത്, കാരണം ഇവരുടെ കേട്ടു പഠിച്ചതാണല്ലോ. ചോദ്യം ചോദിക്കാൻ വന്ന ആ സാധാരണക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ശിർക്കാണെന്നുള്ളതിന് ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒന്ന് വെച്ചുകൊടുത്താ. അസ്സലാമു അലൈക്കും. ഞാൻ തോപ്പുംപടി സ്വദേശിയാണ്. ജിന്നിനോടുള്ള എല്ലാ സഹായ തേട്ടങ്ങളും അതിൽ ശിർക്കാവുന്നതുമുണ്ട് ശിർക്കാവാത്തതുമുണ്ട് എന്നുള്ള നിങ്ങളുടെ വാദത്തിന് വിശുദ്ധ ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ ഒരു തെളിവ് ഉദ്ധരിക്കാമോ? ജിന്നിനോടുള്ള എല്ലാ സഹായ തേട്ടവും ശിർക്കാണ് ഒരു ആയത്ത് നിങ്ങൾ ആദ്യം കേട്ടോ. ചോദ്യം ചോദിക്കാൻ വന്ന ആള് ചോദിച്ചത് ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും. നമ്മള് ഔലിയാക്കളോട് സഹായതേട്ടം നടത്തുമ്പോ അത് ശിർക്കാണെന്ന് പറഞ്ഞു വന്ന പാർട്ടി ഇപ്പൊ ജിന്നിനോട് തേടാൻ പറ്റുമോ പറ്റൂലേ? ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവർക്കിടയിൽ നടക്കുന്നത്. അപ്പൊ ഒരു സാധാരണക്കാരൻ വന്നിട്ട് ചോദിച്ചു, ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും ശിർക്കല്ലാത്തതുമുണ്ട് എന്നതിന് തെളിവ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആയത്തോതി കൊടുത്തു. മൗലവി തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ് ശിർക്കാണെന്നതിനൊരു തെളിവ് പറയാൻ. അപ്പോ ആ ചോദ്യം ചോദിക്കാൻ വന്ന ആള് തെളിവ് പറയുന്നുണ്ട്, കേട്ടു നോക്കാം. ഇസ്തിആനത്തും ബിൽ ജിന്ന് മുഴുവൻ ശിർക്കാണ് എന്നതിന് അല്ലാഹുവിന്റെ ഖുർആൻ മുത്തലഖൻ ഇസ്തിആനത്തും ബിൽ ജിന്ന് മുത്തലഖൻ ശിർക്കാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഒറ്റ ആയത്ത് ബോധ്യങ്ങൾ ഒരായത്തുടനീളം നോക്കണ്ട, ഒരൊറ്റ ഇസ്തിആനത്തും ബിൽ ജിന്ന് മുത്തലഖൻ ശിർക്കാണ് എന്നതിന് ഒരൊറ്റ ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ ഉടനീളം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ജിന്നിനോട് അബോധികവും അതൊന്നും എനിക്ക് കേൾക്കണ്ട. അള്ളാന്റെ ഖുർആന്റെ പേരിൽ ഇല്ലാത്തത് പറയരുത്. അത് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തരുത്. നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത് ആയത്തോതേണ്ടത് ഇസ്തിആനത്തുൽ ജിന്ന്, ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അബോധികമെന്നോ വ്യത്യാസമില്ലാതെ മുത്ലഖൻ ജിന്നാണോ ശിർക്കാണ് അള്ളാന്റെ ഖുർആൻ ആയത്തോതും നിങ്ങൾ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനസ്മുലിയുടെ ഫോം വിളിച്ച് ചോദിക്കണം. ഇനി അധികം ഒന്നും സംസാരിക്കണം. 2-3 ചോദ്യം വന്നല്ലോ. ഈ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള മറുപടി എപ്പോ പറയാം. ആയത്തും അതനുസരിച്ച് അതിനുള്ള മറുപടി ചോദ്യങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ തന്നെയാണ് ഒന്നാമത്തെ ആയത്ത്. ഒരു മിനിറ്റ്. ഒന്നാമത്തെ ആയത്ത് എന്താ? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നതിന്റെ ഒന്നാമത്തെ ആയത്ത്. ഈ മൗലവിമാർ പറഞ്ഞു പറ്റിച്ചതിൽ പെട്ടുപോയ ആ പാവം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തോതി. ഇനി മൗലവി തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്റെ നാട്ടിലുള്ള മുജാഹിദുകാരാ, നിങ്ങൾ ഈ ആയത്തോതിയിട്ട് ഇവിടെ എത്ര സുന്നികളുടെ നേരെ, എന്നെ കേൾക്കുന്ന മുജാഹിദുകാരാ, ഈ ആയത്തോതിയിട്ട് നിങ്ങൾ എത്ര സുന്നികളെയാണ് ശിർക്കിന്റെ ചാപ്പയടിച്ചു മാറ്റി നിർത്തിയത്? അന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ജിന്ന് നിങ്ങളുടെ ഇടയിൽ പെട്ടുപോയപ്പോ നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയല്ലേ? മൗലവി ചോദിക്കട്ടെ. ഒന്നാമത്തെ ആയത്തിൽ എല്ലാവരും കേട്ടറിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയിട്ട്
നിങ്ങളല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ വിശദീകരിച്ചിട്ടാണ് പറയും. നിങ്ങളുടെ വിശദീകരണം പറ്റില്ല. അവരുടെ വിശദീകരണം പറ്റൂല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തോതിയിട്ട് ലോകത്ത് ആ വന്ന് ചോദിച്ചവരുടെ പാർട്ടിയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? തിരിച്ചു ചോദിക്കുകയാണ്. മുജാഹിദുകാരാ, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ വന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതിയിട്ട് മടവൂരിനെ വിളിക്കുന്നത്, ഗൗസുൽ അഅ്ലമിനെ വിളിക്കുന്നത്, ബദരീങ്ങളെ വിളിക്കുന്നത്, മമ്പുറത്തെ തങ്ങളെ വിളിക്കുന്നത് ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഏതെങ്കിലും ഒരു മുഫസ്സിറ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിച്ചിട്ട് ഔലിയാക്കളെ വിളിക്കുന്നത് ശിർക്കാണെന്ന് ഒരരവരി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? വെല്ലുവിളിയാണ്. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങൾക്ക് തോന്നുന്നതനുസരിച്ച് ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാമെന്നോ? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവി, ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ, നമ്മളെയൊക്കെ ഉപമിച്ചത് മക്കയിലുള്ള മുശ്രിക്കീങ്ങളോടാണ്. ലാത്തയെ ദൈവമായി കണ്ടിരുന്ന, മനാത്തയെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന, ഉസ്സയെ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വിശ്വസിച്ചിരുന്ന, ദൈവത്തിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകള്, ആ മുശ്രിക്കുകളെ പോലെയാണ് സുന്നികള് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ വീണ്ടും അദ്ദേഹം ഇവിടെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചില്ലേ? മക്ക മുശ്രിക്കുകളുടെ മേലിൽ അവതരിച്ച ആയത്ത് സുന്നികളുടെ മേലിൽ ഓതുകയാണ് ഈ മൗലവി. ഇവിടെ വന്നിട്ട് കേട്ടു. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ റബ്ബല്ലാത്ത റബ്ബിന്റെ സൃഷ്ടികളായ മഹത്തുക്കളുടെ മുന്നിലേക്ക് പോകുന്നത്, ഇവിടെ പാലിയമറ്റ മദ്ഹബയിലേക്ക് പാവപ്പെട്ട മുസൽമാൻ പോകുന്നത്, ഏർവാടിയിലേക്കും നാഗൂരിലേക്കും അജ്മീരിലേക്കും മുത്തപ്പേട്ടയിലേക്ക് പോകുന്നത്, കോഴിക്കോട് അബ്ദുവാനിബർ നേർച്ച ഷേഖിന്റെ പള്ളിയിലേക്ക് പോകുന്നത്, അങ്ങ് കണ്ണൂരിൽ ചെല്ലുന്നത്, കാസർഗോഡ് ചെല്ലുന്നത്, ഇന്ന് തിരുവനന്തപുരത്ത് ഭീമാവുമാച്ചയുടെ അവരുടെ മുന്നിൽ ചെന്നു നിൽക്കുന്നത്, ഇവരാരും പടച്ചവരാണ് എന്ന് വിചാരിച്ചിട്ടല്ല, പിന്നെ അള്ള കൊടുത്ത കഴിവിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. എങ്കിൽ അക്കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരുടെ വാദമാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. ഒന്ന്, പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ പ്രിയപ്പെട്ടവരെ 3-ാമത്തെ ആയത്താണ്. എന്തായത്തിലുള്ളത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ആ സ്ത്രീയിലെ ഭാഗങ്ങൾ അടിവരയിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥമല്ല, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. എന്തിനു വേണ്ടിയല്ലാതെ മാ നഅ്ബുദുഹും, ഞങ്ങൾ ഇവരെ, ഈ ഹുമ്മാര മാ നഅ്ബുദുഹും എന്ന് പറയുമ്പോ ഹുമ്മാര അത് ഔലിയാക്കന്മാരാവാം, അമ്പിയാക്കന്മാരാകാം, മറ്റാരുമാകാം. അവരെ റബ്ബല്ലാത്ത ആരെ നിങ്ങൾ ആരാധിച്ചാലും അവർ പറയുന്ന വാദമാണ്, ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ. പാപികളായ ഞങ്ങൾ ദൂരെയാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെയൊന്നും ആരാധിക്കുന്നില്ല എന്ന് മക്ക മുശ്രിക്കുകൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇത് എടുത്തു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ സഹോദര, കാഞ്ഞിരമറ്റത്ത് പോകുന്ന, അതല്ലെങ്കിൽ ഭീമാപ്പള്ളിയിൽ പോകുന്ന, വേറെ ഏതെങ്കിലും ഒരു മഖ്ബറയിൽ പോകുന്ന ഏതെങ്കിലും ഒരു സുന്നിയായ മനുഷ്യൻ അവിടെയുള്ള മറപ്പെട്ട് കിടക്കുന്ന ആ മഹാൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആരാധ്യനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവരെ ഏതെങ്കിലും തരത്തിൽ ആരാധിക്കുന്നുണ്ടോ?
ഇല്ല എന്നതാ സത്യം. ഇതിവർക്കറിയാം. പക്ഷേ ഇവരെ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട് ലാത്തയ ദൈവമാണെന്ന് വിശ്വസിച്ച, മനാത്തയ ദൈവമാണെന്ന് വിശ്വസിച്ച, ഉസ്സയെ, ഹുബിലിനെ, 360 വിഗ്രഹങ്ങളെ ദൈവമാണെന്ന് വിശ്വസിച്ച മക്ക മുശ്രിക്കുകളുടെ ആയത്ത് ദൈവമാണ് എന്ന് മറ്റൊരു ശക്തിയെക്കുറിച്ചും വിശ്വസിക്കാത്ത മുസ്ലിമിന്റെ പേരിൽ ഓതുകയാണ്. ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു. ഈ ആയത്തിന്റെ വിശദീകരണം എടുക്ക. ഇബ്നു ജരീർ തിബിരി തന്നെ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോളൂ. ഈ ആയത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് വല്ലദീന തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ യതവല്ലൗനഹും വയഅ്ബുദൂനഹും മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനു പുറമെ ഒരു കൂട്ടം ആളുകൾ ആരാധിച്ചിരുന്ന ആരാധ്യർ, അവരോടിവർ പറയും, യഖൂലൂന ലഹും, ആ ആരാധ്യ വസ്തുക്കളോടിവർ പറയും, മാ നഅ്ബുദുക്കും അയ്യുഹൽ ആലിഹ, അല്ലയോ ദൈവങ്ങളെ. മക്കാ മുശ്രിക്കുകളെ വിളിക്കാൻ, അല്ലയോ ദൈവങ്ങളെ, മാ നഅ്ബുദുക്കും അയ്യുഹൽ ആലിഹ, ഓ ദൈവങ്ങളെ, നിങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നത് ഇല്ലാ ലിതുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പണി സുന്നി ചെയ്യൂല.